കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവിനും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു
ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്ത മഹോത്സവത്തിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് പറഞ്ഞത്, അവൻ അവരോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവേൻ. എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ലഭിക്കുവോളൂ നിങ്ങൾ കാത്തിരിക്കുവിൻ. കാത്തിരിപ്പിൻ്റെ കാലമാണിത്. നമ്മളുടെ നടപടി പുസ്തകത്തിൻ്റെ 1:4 ലൂക്ക 24:49 ഈ കാത്തിരിപ്പിനെക്കുറിച്ചാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. പ്രാർത്ഥിക്കാം, കർത്താവേ, അപ്പോസ്തലന്മാരെ പോലെ പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, ശരണത്തോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആരാധിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഒരുമിച്ച് എല്ലാവരും ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. സ്നേഹത്തോടെ ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. കുറച്ചുകൂടി സ്നേഹത്തോടെ ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധന സ്വരത്തിലെ ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നണം നിങ്ങൾ ആരാധിക്കുകയാണ് എന്ന്. നമ്മൾ ഒരു നിമിഷമൊന്നും ദൈവത്തിൻ്റെ സ്നേഹമൊന്ന് ഫീൽ ചെയ്താൽ ആ സമയത്ത് ഉള്ള ആരാധനയ്ക്ക് വല്ലാത്ത അഭിഷേകമായിരിക്കും. എപ്പോഴും ആരാധനയുടെ മുമ്പ് നിൽക്കുമ്പോൾ മനസ്സിൽ പറയണം, കർത്താവേ, ആരാധിക്കാനുള്ള സ്നേഹം തരണമേ, കർത്താവെ ആരാധിക്കാനുള്ള വിശ്വാസം നൽകണമേ. കർത്താവിൻ്റെ മുമ്പിൽ ആരൊക്കെ എപ്പോഴെല്ലാം എവിടെയെല്ലാം എന്നെല്ലാം നിന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഉണ്ടായതാണ് ദൈവസ്നേഹം, വിശ്വാസം. അത് കുഷ്ഠരോഗിയായാലും, മാർത്തായായാലും, മറിയമായാലും, ശിമയോനായാലും, തറവാട് രോഗിയായാലും എല്ലാവർക്കും ആരാധനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട വികാരം എന്താണെന്നാണ് സുവിശേഷത്തിൻ്റെ അനുഭവസ്ഥർ പറയുന്നത്. അത് വിശ്വാസം, സ്നേഹം, ശരണം, അതുപോലുള്ള പുണ്യങ്ങൾ നമുക്ക് അഭിഷേകമായി ലഭിക്കാൻ, യോഗ്യമായി ആരാധിക്കാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. സ്നേഹത്തോടെ, സന്തോഷത്തോടെ ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ഇത്രയും സന്തോഷിച്ചും സ്നേഹിച്ചും വിശ്വസിച്ചും ആരാധിക്കാൻ വേണ്ടിയാ നമ്മൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണത്.
അവൻ എനിക്കുള്ളവയെന്ന് സ്വീകരിച്ച് നിങ്ങളോട് പറയും, അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇപ്പം എന്തിനാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരവുണ്ട്. എന്തിനാ? കർത്താവിനെ മഹത്വപ്പെടുത്താൻ. വേറെ ഒന്നും പറയണ്ട. ഇന്നത്തെ കാലത്ത് ഗതികേടെന്ന് പറയണത് പരിശുദ്ധാത്മാവിനെ കണ്ടാലും മകളെ കെട്ടിക്കണമെന്ന് പറയും. അതാണ് കുഴപ്പം. പരിശുദ്ധാത്മാവിനെ കണ്ടാലും വീട് വെച്ച് തരണമേ എന്ന് പ്രാർത്ഥിക്കും മലയാളി. പക്ഷെ അതല്ല, ഒറ്റ ഉത്തരം. എന്തിനാ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവേ നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണമേ. നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ കിട്ടിയ ആൾക്കാരും കിട്ടാത്ത ആൾക്കാരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം അമ്മയുടെ കാര്യം തന്നെ എടുക്കുക. അമ്മ എന്നാ മംഗളവാർത്തയിൽ പറഞ്ഞത്? അമ്മയോട് എന്താണ് പറഞ്ഞത്? അമ്മ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അപ്പം അമ്മയുടെ അറിവില്ലായ്മ, അറിയുന്നില്ല കാര്യമാണ് പറയണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ലല്ലോ. അതാണ് അമ്മയുടെ വിഷയമാണ് പറയണത്. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ചിലപ്പോഴും പ്രസിദ്ധമായ കാര്യമായിരിക്കത്തില്ല. പക്ഷെ നമ്മളെങ്ങനെ ജീവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ദൈവത്തോട് പറയും, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും, എനിക്കതിനുള്ള പോംവഴിയില്ലല്ലോ, എനിക്കറിയണില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും, ദൈവത്തോടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ദൈവത്തിന് കാറ്റഗോറിക്കലായിട്ട് മാസ്റ്റർ ആൻസറാണ് ഉള്ളത്. എന്താണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവാണ്? ദ പവർ ഓഫ് ദി ഓൾമൈറ്റി. എന്താണ്? അത്യുന്നതൻ്റെ ശക്തി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ആത്മാവിന് ശക്തി നൽകണമേ, പരിശുദ്ധാത്മാവിന് കൃപ നൽകണമേ, ദൈവത്തിന് കണ്ണ് ചൊരിയണമേ. ഈശോ, പരിശുദ്ധാത്മാവിന്റെ അനുരണനങ്ങൾ, സ്പർശാനുഭവങ്ങൾ അങ്ങയുടെ ജനതകൾക്ക് നൽകണമേ. അങ്ങനെ ആശ്രയിക്കുന്നവര്, പ്രാർത്ഥിക്കുന്നവര്, ശരണപ്പെടുന്നവര് പരിശുദ്ധാത്മാവിന് നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. സന്തോഷത്തോടെ, സ്നേഹത്തോടെ ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ, സ്നേഹത്തോടെ ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. കൈകൾ വീശിക്കൊണ്ട് ആരാധന, ആരാധന യേശുവേ, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഒരു അമ്മ എന്നാ പറഞ്ഞത്? ലുക്കാ 1, ഇത് എങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്നാണ്. അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കും എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മയെ പ്രത്യുത്തരം എന്താ പറയണത്? പരിശുദ്ധാത്മാവിനെ ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ പ്രത്യുത്തരം എന്താ പറയേണ്ടത്? നമുക്കറിയാം, വരും എന്ന് പറയുമ്പോൾ ദൈവമല്ലേ പറയണത്. ദൈവത്തിന് ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നും ഇല്ലല്ലോ. എവർ പ്രസൻറ്റ്, ഹിസ്റ്റോറിക്കൽ പ്രസൻസാ, നിത്യവർത്തമാനത്തിലാണ് ദൈവം ജീവിക്കണത്. അപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ വന്നു എന്ന അർത്ഥം. അപ്പോൾ തന്നെ അമ്മയിൽ പരിശുദ്ധാത്മാവ് ആവശ്യിച്ചു. ആവശ്യിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ജ്ഞാനപരത്താൽ അമ്മയെ നിറച്ചു. അമ്മ അതിന് മറുപടി പറഞ്ഞത് എന്താ? നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് ലൂക്കാ 1:28 നമ്മൾ വായിക്കുന്നത്. തൊട്ട് 34-35 വരെ വചനങ്ങൾ. 36 ആ വചനം അവസാനിക്കുന്നത്.
പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ, ശരണത്തോടെ അമ്മയുടെ പ്രത്യുത്തരമാണ് അതിമനോഹരം. എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്നാ അമ്മ പറഞ്ഞത്. അതാ ആ ഉത്തരമാണ് ഏറ്റവും സ്യൂട്ടബിൾ ആൻഡ് ഫേവറേറ്റ് ആൻസറാണ്. പരിശുദ്ധാത്മാവിന് വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവജനം പറയേണ്ട വാക്കാണ് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. ഇതാ കർത്താവിൻ്റെ ദാസൻ അഥവാ ദാസി. ഇതൊക്കെ പറയാൻ കുറേ സമയം അപ്പോസ്തലന്മാർക്ക് ലഭിച്ചേ. പരിശുദ്ധാത്മാവിനെ ലഭിക്കാതിരുന്നത് കൊണ്ട് അവർ പറഞ്ഞ ആൻസറൊക്കെ വളരെയേറെ പരിതാപകരമായി പോയി. ഇപ്പോഴേ മംഗളവാർത്ത സമയത്ത് എന്നാ പറയണത്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അല്ലേ? റിസീവ് മൈ സൺ, എൻ്റെ പുത്രനെ നീ സ്വീകരിക്കുക എന്നാണ് പിതാവ് പറയണത്. ഇനി പുത്രനെ ശ്രവിക്കാൻ പറയുന്നുണ്ട്. ആരോട് പറയും? അപ്പോസ്തലന്മാരോട് പറയും. പുത്രനിൽ വിശ്വാസക്കുറവ് തോന്നിയപ്പോഴേ ഇവരെ അങ്ങ് താബോർ മലയിൽ കൊണ്ടുപോയി കർത്താവ് പ്രാർത്ഥിച്ച് രൂപാന്തരപ്പെട്ട് അവൻ്റെ വസ്ത്രം ഭൂമിയിലെ ഒരു അലക്കുകാരന് അലക്കി വെളുപ്പിക്കുന്നതിനേക്കാൾ വെണ്മയുള്ളതായി വെണ്ണ വീശി സൂര്യനെ വസ്ത്രമായി അവൻ ഉടുത്തു നിൽക്കുന്ന മഹാസ്വർഗീയ കാഴ്ച കണ്ടപ്പോൾ അന്തം വിട്ട് അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണ്? 17:4 ആ വചനം, മത്തായിയുടെ സുവിശേഷം. എന്താണ്? ഇവിടെ നമ്മൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങയ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയയ്ക്ക്. അത് ഉറക്കപ്പിച്ചാണ് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരും. വായു തോന്നൽ വിളിച്ച് പറയും. അമ്മ അങ്ങനെ പറഞ്ഞില്ല. അമ്മ ആളെന്നും തൂക്കി സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ പെന്തക്കോസ്തിന് ഒരുങ്ങുകയാണ്, പെന്തക്കോസ്താനുഭവത്തിലേക്ക് ഒരുങ്ങുകയാണ്. അപ്പോൾ നമ്മൾക്കും ദൈവത്തോട് കൃത്യമായി മറുപടി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധ അമ്മയെപ്പോലെ വ്യക്തതയോടെ പ്രാർത്ഥിക്കുവാൻ, വെളിപാടോടെ പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ ഞങ്ങളെ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, മഹത്വം. ആരാധന ഈശോയെ, ആരാധന ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നെഞ്ചലമുണർന്നു വേല ചെയ്യുവാൻ. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ആത്മാവേ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ നിറയാൻ നമുക്കൊരു അനുഭവ സാക്ഷ്യം കേൾക്കാം. ഞാൻ പരുമയിൽ നിന്ന് വരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഫലമൊന്നുമില്ലയെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നാൾ പ്രാർത്ഥിക്കാതൊക്കെ ഇരുന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടായി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു.
2018 സെപ്റ്റംബർ 26 എൻ്റെ ഹസ്ബൻഡിൻ്റെ ജന്മദിനമാണ്. അന്ന് തന്നെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ വെറുതെ വരുന്നേ, എന്നെ നിർബന്ധിക്കല്ല്, ഉടമ്പടി ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് സാക്ഷിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. സെപ്റ്റംബർ 26 ഞാൻ ഉടമ്പടി എടുത്തു. ഡിസംബർ 2 ഞങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്തു. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അത് വീട്ടിലെല്ലാം പറഞ്ഞപ്പം അച്ഛനും പപ്പായും എല്ലാം ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ എനിക്ക് 2019 ജൂലൈ 15 കുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഈ സാക്ഷ്യം കേൾക്കുമ്പോഴും ഇതുപോലെ കർത്താവിന് സാക്ഷിയാകാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിനാൽ എന്നെയും നിറക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിൽ പ്രവേശിക്കാം. ഈ ആരാധനയുടെ സമയത്തും പരിശുദ്ധാത്മാവിനെ നിറക്കാൻ നമുക്ക് ആരാധനയോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അങ്ങയുടെ സാക്ഷ്യം വഹിച്ച് അങ്ങയുടെ സ്വന്തമായി തീരാൻ കർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ കാലത്ത് അവഗണിക്കപ്പെടുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ എനിക്ക് നൽകിയ ഒരു ഉൾക്കാഴ്ചയാണത്. ഒത്തിരി കുഞ്ഞുങ്ങൾ കുടുംബങ്ങളിൽ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും 2 മൊബൈൽ വരെയുള്ള സ്കൂൾ കുട്ടികളുണ്ട്. ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം വാങ്ങിച്ച് ചോദിക്കുന്നതെല്ലാം കൊടുക്കും. പക്ഷെ ഒരു കാര്യത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ അവഗണിക്കുന്നുണ്ട്. അവർക്ക് ദൈവത്തെ കൊടുക്കുന്നതിൽ കുഞ്ഞുങ്ങളെ അവഗണിക്കുന്നു. ദൈവത്തെ കൊടുക്കുന്നതിൽ കുഞ്ഞുങ്ങളെ അവഗണിക്കുന്നു. അത് കർത്താവിനോട് മാപ്പ് തന്നെ ചോദിക്കേണ്ട ഏറ്റവും വലിയ വിഷയമാണ്. എത്ര കൊടുത്താലും നമുക്കറിയാമല്ലോ, ഭക്ഷണം എത്ര കൊടുത്താലും കുറച്ച് കഴിയുമ്പോൾ അവർ ബാക്കി ഇട്ടും പോകും, കഴിക്കത്തില്ല അവർ. ശ്വാസം അതുപോലെയല്ല. ശ്വാസം രാത്രിയും നമ്മൾ ശ്വസിച്ചുകൊണ്ടേ നിൽക്കും. അതുപോലെയാണ് പ്രാർത്ഥനയും ദൈവജ്ഞാനവും. ശ്വാസം പോലെയാണെന്ന് മാതാപിതാക്കന്മാർക്ക് അറിയണം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കർത്താവിനെ കൊടുക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ. ആരാധന, ആരാധന. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഇന്നു മുതൽ പെന്തക്കോസ്ത ദിവസത്തിന് വേണ്ടി ഇതുവരെ ഒരുങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുങ്ങാനുള്ളൊരു അവസരമാണിത്.
ഈ കാലമാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ഒരു കാലം. കാര്യം നമ്മളെ പ്രേരിപ്പിക്കാനോ പ്രോത്സാഹിപ്പിക്കുവാനോ പുറകിൽ നിന്നുന്താനോ ആരും ഇല്ലല്ലോ. പ്രേരണയും പ്രോത്സാഹവും ഒന്നും ഇല്ലാത്ത സമയത്ത് നിൻ്റെ വണ്ടി സെൽഫ് എടുക്കുന്നുണ്ടോ എന്നറിയണം. തള്ളിക്കൊടുക്കാതെ സ്റ്റാർട്ടാകുമോ? ഇത് വഴി കിടക്കണ വണ്ടിയാണ് തള്ളിക്കൊടുക്കുമ്പോൾ സ്റ്റാർട്ടാകണത്. നമുക്കിതൊരു അവസരമാണ്. തള്ളിക്കൊടുക്കാനോ ഉന്തിത്തരാനോ പ്രാർത്ഥിക്കാനോ ആരും പറയാത്തൊരു കാലമാണിത്. എന്നിട്ട് നിനക്ക് സെൽഫ് എടുക്കുന്നുണ്ടോ? നീൻ്റെ ആരും പറയാതെ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ആരും പറയാതെ നിനക്ക് ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നുണ്ടോ? ആരും പറയാതെ നിനക്ക് ദേവാലയത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ, കർത്താവിൻ്റെ ദിവ്യകൃപ ഇരിക്കുന്ന ഇടത്തിലേക്ക് നിന്റെ മനസ്സിനെ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നീ സെൽഫ് എടുക്കാത്ത വണ്ടിയായിട്ട് വഴി കിടക്കുകയാണ് ആത്മീയ ജീവിതത്തിൽ. അതിനെ തകർക്കാൻ വേണ്ടി സ്വയമായി കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ നിറക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ ആത്മാവിനാണ് നിറയാൻ വേണ്ടിയും ഇതുപോലെയുള്ള സമയങ്ങളിൽ ആരും പറയാതെ കർത്താവിനെ ആധ്യാത്മിക ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. കണ്ണുകളടച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആശീർവാദം നൽകുമ്പോഴെല്ലാം ആത്മാവിനായിട്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കണം മക്കളെ. പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുത്തൻ അഭിഷേകം, പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രൂപയെ നിറയണമേ, പരിശുദ്ധ രൂപയെ നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.